ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇലയടയാണ്. അതിന് 1 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക. അതിലേക്ക് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അത് ഓപ്ഷണലാണ്. ഞാൻ കുറച്ച് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് നെയ്യ് ഒഴിച്ചത്. വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു തരി പോലും കാണാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചൂടുവെള്ളം കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളത്തിൽ വേണം ഇത് കുഴയ്ക്കാൻ. കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ആറാൻ വെക്കണം. ഇത് ഒന്ന് ആറാൻ വെക്കുക. ആറിയതിന് ശേഷം ഇത് നല്ല രീതിയിൽ കൈകൊണ്ട് കുഴച്ച് എടുക്കുക. കൈകൊണ്ട് നല്ല രീതിയിൽ കുഴച്ച് മയപ്പെടുത്തിയതിന് ശേഷം ഇത് ഒന്ന് കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇപ്പം ഇലയിൽ പരത്താം. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഉണ്ട ശർക്കര ചീകിയത്, പിന്നെ തേങ്ങായും ഇത് രണ്ടും കൂടെ വേണമെങ്കിൽ ഏലക്കാപ്പൊടിയും കൂടെ, ഏലക്കായും ചുക്കുപൊടിയൊക്കെ ഇടാം. ഇപ്പം ഞാനവിടെ ഇതൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങായും ശർക്കരയും മാത്രമാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇലയ്ക്കകത്ത് വെച്ച് പരത്തണം. അത് വാട്ടിയ ഇല വേണം എടുക്കാൻ. ഞാനിപ്പം വാട്ടിയ ഇല എടുത്തിട്ട് ഇതിൽ മാവ് ഉണ്ടയായിട്ട് ഉരുട്ടി പരത്തി കൊടുക്കുകയാണ്. ചെറുതായിട്ട് വെള്ളം ഒന്ന് തളിച്ച് കുറേശ്ശെ ഇങ്ങനെ പരത്തി എടുക്കണം. നല്ല രീതി പരത്തിയെടുത്തതിന് ശേഷം കുറേശ്ശെ ഇങ്ങനെ വെള്ളം തൊട്ട് ഇത് പരത്തിയെടുക്കുക. പരത്തിയതിന് ശേഷം നമ്മൾ ശർക്കരയും തേങ്ങയും കൂടെ വെക്കുക. മധുരം കുറച്ച് മതിയെങ്കിൽ ഒരു സൈഡ് മാത്രം വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു 2 സൈഡും ഇങ്ങനെ വെച്ച് ഫുള്ളായിട്ട് വെക്കാം. ഞാനിപ്പോൾ കുറച്ച് മധുരമാണ് ഇവിടെ മതി, അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് മടക്കി 2 സൈഡും ആദ്യമേ മടക്കണം. എന്നിട്ട് ഇപ്പുറത്തെ സൈഡും 2 സൈഡും കൂടെ മടക്കി ഇഡലിക്കുട്ടകത്തി 2 സൈഡും മടക്കി ഇഡലിക്കുട്ടകത്തി വെക്കുക. അതേപോലെ തന്നെ അടുത്ത ഒരു ഇലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മാവ് ഇങ്ങനെ ഉരുട്ടി ചെറുതായിട്ട് വെള്ളം തൊട്ട് ഇങ്ങനെ പരത്തി കൊണ്ടുവന്നിട്ട് ശർക്കരയും തേങ്ങായും വെക്കുക. ശർക്കരയും തേങ്ങയും വെച്ചതിന് ശേഷം ഇല ഒരു സൈഡ് വെച്ചാലും മതി, അപ്പുറത്തെ സൈഡും കൂടെ ആയിക്കോളും. മടക്കുക. ഇല മടക്കി 2 സൈഡും മടക്കണം. നല്ല രീതിയിൽ മടക്കണം. മടക്കിയതിന് ശേഷം വീണ്ടും ഇത് ഇഡലിക്കുട്ടകത്തിൽ വയ്ക്കുക. അങ്ങനെ ഓരോ ഇലയും എടുത്ത് ഓരോ ഇലയ്ക്കകത്തും ഇതുപോലെ ഇല വാട്ടണം. ഓരോ ഇലയ്ക്കകത്തും ഇതേപോലെ തന്നെ മാവെടുത്ത്
പരത്തി ശർക്കരയും തേങ്ങയും വെച്ച് ഉണ്ടാക്കുക. ഇപ്പം 2 സൈഡും ഇങ്ങനെ വെക്കേണ്ടവർക്ക് 2 സൈഡും വെക്കാം. ഞാൻ ഒരു സൈഡ് മാത്രമേ വെക്കുന്നുള്ളൂ. മടക്കി കഴിയുമ്പോൾ 2 സൈഡും കൂടെ ആയിക്കോളും. എന്നിട്ടിത് നല്ല രീതിയിൽ മടക്കി ഇഡ്ഡലിക്കുട്ടകത്തിൽ വയ്ക്കുക. ഇത് അടുപ്പേ വെച്ചിട്ട് മൂടി വെക്കുക. കഴിഞ്ഞ് ആവി വന്നതിന് ശേഷം ഇതെടുത്ത് നോക്കുക. അടപ്പെടുക്കുമ്പോൾ നമുക്കിപ്പോൾ ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്ന്. ഇതാണ് ഇലയപ്പം.